കൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ഫലമാണ് പറഞ്ഞത്. മാർച്ച് മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. വിശാഖത്തിൻ്റെ ആദ്യത്തെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചികക്കൂറ് അഥവാ വൃശ്ചിക രാശിക്കാർക്ക് 4-ാം ഇടത്തിൽ സൂര്യനും ശനിയുമാണ് നിൽക്കുന്നത്. രണ്ടും ദോഷം തന്നെയാണ്. കണ്ടക ശനിയുടെ അവസാന ഘട്ടമാണ്. അത് കാരണം വളരെ സൂക്ഷ്മത കൈവരിക്കണം. അത് സൂര്യനോടൊപ്പം നിൽക്കുന്നത് കാരണം കൊണ്ട് ശനിക്ക് മൗഢ്യം കൂടി വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. അതുകൂടാതെ തന്നെ 5-ാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമാണ്. രാഹു, ബുധൻ എന്നിവയെല്ലാം നിൽക്കുന്നുണ്ട്. 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. അതാണ് വളരെ ആശ്വാസകരമായിട്ടുള്ളത്. 8-ാം ഭാവത്തിൽ ചൊവ്വ വളരെ ദോഷകരം തന്നെയാണ്. 11-ാം ഭാവത്തിൽ കേതു അനുകൂല അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഒരൊറ്റ ദൃഷ്ടി കാരണം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല കാരണം കൊണ്ട് കുറേയേറെ ആശ്വാസങ്ങൾ കിട്ടും എന്ന് പറയാം. എന്നിരുന്നാലും കണ്ടകശനി കൊണ്ടേ പോവുകയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് പ്രായാധിക്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഏകദേശം 50 വയസ്സിന് ശേഷമുള്ളവർക്കെല്ലാം പെട്ടെന്നുള്ള അസുഖങ്ങളെല്ലാം എന്തെങ്കിലും വരികയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക, ആസ്പത്രിയിൽ വാസം കഴിയുക, ടെസ്റ്റുകൾ മറ്റുള്ളതെല്ലാം നടത്തുക എന്നിവയെല്ലാം സൂക്ഷിക്കണം. അതുപോലെ നടന്നു പോകുന്ന സമയത്തും വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി റോഡിലൂടെ ശ്രദ്ധയോടുകൂടി നടക്കണമെന്ന് പറയും. കാരണം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീഴാൻ അധിക സമയമൊന്നും വേണ്ട. ഒന്ന് തെന്നിയാൽ കാലിൽ നിന്നും തെന്നിയാൽ മതി, വീഴാനുള്ള സാധ്യതകളും ഉണ്ടാകും. ഇടുപ്പിന് താഴെയുള്ള അസ്വസ്ഥത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അതായത് ആൻജിയോപ്ലാസ്റ്റ്, ആൻജിയോഗ്രാം അതുപോലെ അതെല്ലാം കഴിഞ്ഞവർക്ക് നിത്യേന മരുന്ന് കഴിക്കുന്ന അവർക്കെല്ലാം മാസ ചെക്കപ്പ് വളരെ അനിവാര്യമാണ്. ഈ മാസം ചെക്കപ്പ് വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും കാർഡിയോളജിസ്റ്റിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് മാറ്റുകയോ ഡോസ് കൂട്ടുകയോ അല്ലെങ്കിൽ ക്രമാതീതപരമായിട്ടുള്ള ചികിത്സകളോ ടെസ്റ്റുകളോ എല്ലാം നടത്തേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. കണ്ടകശനി പോണ കാരണം കൊണ്ടാണ് ഈ പറയുന്നത്. കണ്ടകശനിയുടെ അവസാന കാലഘട്ടമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത്. അത് കാരണം തന്നെ വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ബന്ധുക്കളുമായിട്ട് വളരെ സഹകരണം വളരെ കുറവായിരിക്കും. ബന്ധു സമൂഹങ്ങളിലെല്ലാം വളരെ അനുകൂലത്തിലല്ലാതെ രസക്കേടുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ബന്ധുക്കളുമായി ഇടയ്ക്കൽ അതായത് പിണങ്ങാനുള്ള സാധ്യതകളുണ്ടാവും. അതുപോലെ തന്നെ 4-ാം ഇടം അതായത് ഭവന നിർമ്മാണത്തിൽ ഇരിക്കുന്നവർക്കെല്ലാം ഭവന നിർമ്മാണത്തിൽ വളരെ ദോഷകരമായിട്ട് വരുന്ന ഒരു സമയമാണ്. അതുപോലെ ഭവന നിർമ്മാണം ചിലപ്പോൾ നിർത്തിവെക്കേണ്ടതായിട്ടുള്ള ഘട്ടങ്ങൾ വരും. ഭവന നിർമ്മാണത്തിൽ ജപ്തി നടപടികളെല്ലാം ഉണ്ടെങ്കിൽ ജപ്തി നടപടികളെല്ലാം സ്വീകരിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. മാതാവിന് ദോഷം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ട് ആക്സിഡൻ്റ് എല്ലാം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ട് ദോഷം വരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കം തീരെ ഇല്ലാത്തവർക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. വളരെ ടെൻഷനുള്ളൊരു സമയമാണ്. മാനസികപരമായിട്ടുള്ള നല്ല പെരുമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. 7-ൽ വ്യാഴം തെളിച്ച് നിൽക്കുന്ന കാരണം ലഗ്നത്തെ വീക്ഷണ കാരണം അപകടങ്ങൾ ഒഴിവായി ആയുസ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആയുർവർദ്ധനവിന് സാധ്യത കൂടുതലായിട്ട് വ്യാഴം 7-ൽ നിൽക്കുന്നത് വളരെ ഗുണകരമാണ് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് പറഞ്ഞാൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഭേദമാകും. പെട്ടെന്നുള്ള ഒരു അസുഖം വരികയാണെങ്കിൽ നമ്മൾക്ക് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ശത്രുക്കളുടെ വളരെ ക്രൂരപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ കള്ളന്മാരുടെ ആക്രമണങ്ങൾ, തസ്കരാതി വിജ്ഞാതി വ്യാധി അസുഖങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. കള്ളന്മാരുടെ ഉപദ്രവങ്ങളുണ്ടാകും. ശത്രുക്കളായിട്ടുള്ളവർ വഴക്കിന് നേരിട്ട് വരുവാനുള്ള സാധ്യതകളുണ്ട്. ആവുന്നത് വഴക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള നേർന്നു കഴിയുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത വിട്ടു നിൽക്കാതെ നോക്കുക. ഡൈവേഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഡൈവേഴ്സ് നടക്കുന്നതിൽ യാതൊരു സംശയമില്ല. പിരിഞ്ഞു പോകാനുള്ള അവസരം തീർച്ചയായിട്ടും വന്നു ചേരും എന്ന് തന്നെ പറയാം. നിയമസംബന്ധമായിട്ട് വല്ല കാര്യങ്ങളിലെല്ലാം നടക്കുന്നെങ്കിൽ കേസ് വഴക്കുകളെല്ലാം നടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തർക്ക വിഷയങ്ങളിലെല്ലാം വൻ പരാജയങ്ങൾ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വിൽക്കുവാൻ ശ്രമിക്കുന്നവർക്ക് വൻ നഷ്ടത്തോടുകൂടി ഭൂമി വിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതിനുള്ള പരിഹാര മാർഗങ്ങളെല്ലാം തേടിയെടുക്കണം എന്നുള്ളത് മാർച്ച് മാസത്തിൽ പറയുന്നത്. എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ. ജാതകത്തിൽ ബലവാനായിട്ടുള്ള ദശാകാലങ്ങൾ നടക്കുകയാണെങ്കിൽ
വളരെ ഗുണകരമായിരിക്കും എന്ന് തന്നെ പറയാം. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ്. ചൊവ്വ രക്തകാരകനാണ്, ഭൂമികാരകനാണ്, ആയുർകാരകനാണ്, ആപത്തുകാരകനാണ്. ആയുധത്തിൽ നിന്ന് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. അഗ്നി സംബന്ധമായിട്ടുള്ള ആപത്തുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അടുക്കളയിൽ സ്ത്രീകളെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി പെരുമാറണം എന്നുള്ളത് തന്നെ പറയുന്നത്. കാരണം തൊഴിൽ സംബന്ധമായിട്ടുള്ള കുഴപ്പമൊന്നും കാണുന്നില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണമാനുഭവം ആവശ്യാനുസരണം ധനം വന്നു തരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് ആവശ്യത്തിന് പണം വരാനുള്ള സാധ്യതയുണ്ട്, അതെല്ലാം നടന്നു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല. സന്താനങ്ങളെ കൊണ്ടും വലിയൊരു കുഴപ്പം കാണുന്നില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും സന്താനങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബ വഴക്കുകളിൽ നിന്ന് അകന്ന് നിൽക്കുക. അതേ സമയത്ത് എന്തെങ്കിലും കൂട്ടായ്മ, അതായത് പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുക അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ അത് അനുകൂലമല്ല എന്ന് തന്നെ പറയാം. അതൊരു പിറ്റൊരു മാസത്തേക്ക് മാറ്റി വയ്ക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റി എഴുതുക. അതുപോലെ രജിസ്ട്രേഷൻ, അതായത് വിവാഹ സംബന്ധമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്, അതുപോലെ തന്നെ വിവാഹ നിശ്ചയം, വിവാഹം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, ഭൂമി സംബന്ധമായിട്ടുള്ള രജിസ്ട്രേഷൻ എല്ലാം ഈ മാസം വയ്ക്കുന്ന ദോഷം തന്നെയാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്ക് വൻ പരാജയങ്ങൾ ഏർപ്പെടും, വൻ നഷ്ടങ്ങൾ ഏർപ്പെടും, അബദ്ധത്തിൽ പോയി വന്ന് ചാടും. അതിമോഹങ്ങൾ കൊണ്ട് ആക്രാന്തം കാണിച്ചുകൊണ്ട് പെട്ടെന്ന് സ്വഭാവങ്ങൾ ഉണ്ടാവും എന്ന് യാതൊരു സംശയമില്ല. കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവർക്കെല്ലാം വളരെ ദോഷകരമാണ് എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് വെച്ച് പറഞ്ഞാൽ റോഡ് പണിയായാലും കോൺട്രാക്ട് പണിയായാലും ബിൽഡിംഗ് സംബന്ധമായിട്ടുള്ള ഭവന നിർമ്മാണമായിട്ടുള്ള കോൺട്രാക്ട് വർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും ദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളതാണ് വൃശ്ചിക രാശിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും നീരാഞ്ജനം നെയ്വിളക്കും ശാസ്താവനം ചെയ്യുക. അതുപോലെ തന്നെ സൂര്യഭഗവാൻ, അതായത് ശിവന് ധാര, വിളക്ക്, മാല എന്നിവ സമർപ്പണം ചെയ്യുക. അതുപോലെ തന്നെ ഭഗവതിക്ക് വന്നിട്ട് ഭഗവത് സേവ നടത്തുന്നത് മൂലം വളരെ ഉത്തമമാണ്. അതുപോലെ രക്തപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം, ഭാഗ്യം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങളെല്ലാം നടന്നു പോവുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം ഭാഗ്യക്കുറവുണ്ട്. അത് കാരണം ഭാഗ്യസൂക്തം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കടുമതിൽ പായസം നടത്തുന്നതും ഭഗവത് സേവ ഭഗവതിക്ക് നടത്തുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലാഭസ്ഥാനം എന്ന വരുമാന മാർഗത്തിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ദേഹ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാകും. ആ ദേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനെയാണ് ശരീര സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനെ പരിഹരിക്കാൻ ഇരിക്കുന്നത്. നക്ഷത്രപ്രകാരം ഉള്ള പരിഹാരം പറയുകയാണെങ്കിൽ വിശാഖ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൽ തന്നെ പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനിഴ നക്ഷത്രക്കാർക്കാണ് ശാസ്താവിൽ പറഞ്ഞിരിക്കുന്നത് വഴിപാട് തന്നെ ചെയ്താൽ മതി. തൃക്കേട്ട നക്ഷത്രക്കാരെ ശ്രീരാമനാണ് ഏറ്റവും ഉത്തമം. ശ്രീരാമൻ അവിൽ നൈവേദ്യമാവാം, പാൽപ്പായസമാവാം, തുളസിമാലയാവാം, ഭാഗ്യസൂക്തമാകാം. അങ്ങനെ ഉള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്നത് മൂലം വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസത്തിൽ മോചനം നേടുവാനും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും ദോഷങ്ങൾ അകറ്റി നിർത്തുവാനും പറ്റും എന്നുള്ള പറഞ്ഞ് പറ്റുന്നവരാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം തീർച്ചയായിട്ടും ഈ മാസത്തിൽ മാർച്ച് മാസം 1-ാം തീയതി തന്നെ നടത്തുവാൻ ശ്രമിക്കുക. നമസ്കാരം.